ഇസ്രയേൽ കാട്ടുതീയുടെ ഒരു വാർത്ത കേട്ടു. അത് വെച്ചതാണോ അതോ സ്വയം പടർന്നാണോ? തീ വെച്ചതാണ് എന്ന് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബൈബിൾ കൺവെൻഷൻ ഇന്നലെ നടന്നു. ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ട് നെതന്യാഹു, പ്രധാനമന്ത്രിയാണ് ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇത് ഗുരുതരമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 18 പേർ ഇപ്പോൾ അറസ്റ്റിലാണ്. ഈ കാട്ടുതീ സ്വാഭാവികമായി ഉണ്ടായതല്ല എന്ന് പറയുകയും 18 പേർ അറസ്റ്റിലാണെന്ന് പറഞ്ഞു. പോലീസ് ഇപ്പോൾ 3 പേരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ 3 പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് 50 വയസ്സുള്ള ഒരാളാണ്. തുബ എന്ന് പറയുന്ന സ്ഥലത്ത്, അത് സൗത്ത് ജെറുസലേമിലാണ്. അയാൾ മറ്റേ ടിഷ്യൂ പേപ്പറുകൾ ലൈറ്ററൊക്കെ ആയിട്ട് പൊതുസ്ഥലത്ത് കാടിന് തീ വെക്കാൻ പോയപ്പോൾ പിടികൂടി. അപ്പോൾ എന്തുകൊണ്ട് ഇയാളിങ്ങനെ തീ വെക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക്, ജെറുസലേമിനും വെസ്റ്റ് ബാങ്കിനോടും ചേർന്നുള്ള പ്രദേശത്താണ്. അതിൻ്റെ 70% ഈ പറഞ്ഞ പോലെ അവിടുത്തെ വെസ്റ്റ് ബാങ്ക് കാനഡ പാർക്ക് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടുത്തെ കാടുകൾക്കാണ് തീ പിടിച്ചത്. അത് ഇവിടെ ഈ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ ഉള്ള പ്രദേശമാണ്. അവിടെ തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആളപായം ഒന്നുമില്ല. ഈ തീപിടുത്തം ഞാൻ രാത്രിയിൽ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? വാർത്തയൊന്നും കണ്ടില്ല. ഞാൻ കണ്ടത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു തീവ്ര ഇസ്ലാമിക ചിന്തകൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇസ്രയേൽ കത്തുകയാണ്, ഇസ്രയേലിലെ ആളുകൾ വീടുകളിൽ നിന്ന് ഓടുകയാണ്. സന്തോഷ വാർത്ത. ഓടുകയാണ്, വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇസ്രയേലിലെ ആളുകൾ ഓടുന്നു. ഇസ്രയേൽ കാട്ടുതീ എന്ന് പറഞ്ഞ് അദ്ദേഹം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാനിത് പതുക്കെ സെർച്ച് ചെയ്തൊക്കെ പോയപ്പോൾ എൻ്റെ 3000 ഏക്കറിന് തീ പിടിച്ചു. 3000 ഏക്കറിലുള്ള കാടിനാണ് തീ പിടിച്ചത്. ഇസ്രയേലിലെ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ, ഫയർ ഫൈറ്റർ പ്ലെയിനുകളൊക്കെ വന്നു. അതുകൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഫയർ ഫൈറ്റർ വിമാനങ്ങൾ വന്നു. ആളുകളൊക്കെ ഒഴിപ്പിച്ച് മാറ്റി. മരണമൊന്നുമില്ല. അപ്പം ഒരു തീപിടുത്തം സ്വാഭാവികമായി ഉണ്ടായതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇസ്രയേലിലെ പലസ്തീനികളുടെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള കാടുകൾക്ക് തീ വയ്ക്കുക. നിങ്ങളുടെ ചുറ്റും കാണുന്നതെല്ലാം, അത് തോട്ടങ്ങളാവട്ടെ, കാടുകളാവട്ടെ, വീടുകളാവട്ടെ, വാഹനങ്ങളാവട്ടെ, കത്തിക്കുക എന്ന തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചു. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ തുബയിൽ നിന്ന് ഒരാൾ ലൈറ്ററും ഈ പേപ്പറും ഒക്കെ ആയിട്ട്, ടിഷ്യൂ പേപ്പറുമായിട്ട് കത്തിക്കാൻ പോയി. പോലീസ് പിടിച്ചപ്പോൾ ഇയാൾ ഓടി. പിന്നാലെ പോയി പോലീസ് പിടിച്ചു. അയാളെ ഓസ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേലിലെ വാർത്തകൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തീപിടുത്തം ഉണ്ടായത് മൊസിലത്ത് സിയോൺ എന്ന് പറയുന്ന മേഖലയിലാണ് തീപിടുത്തം ആരംഭിച്ചത്. വെസ്റ്റ് ബാങ്ക് ഏരിയയിലാണ്. വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അഭയാർത്ഥികളാണ് ഉള്ളത്. ഈ അഭയാർത്ഥി ക്യാമ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന ആരാണ്? മുസ്ലിമുകളാണ്, ഹമാസ് ബന്ധമുള്ളവരാണ്. അവരാണ് ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമാണെന്ന് കരുതാൻ കാരണമില്ലെന്ന് മാത്രമല്ല, അതേ തുടർന്ന് ആദ്യത്തെ തീ കണ്ടതിന് ശേഷം വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണമുണ്ടായി. എന്താണ്? തീ കാണുന്നിടത്തെല്ലാം തീ വയ്ക്കുക എന്നുള്ള പ്രചാരണം വന്നു. അതോടുകൂടിയാണ് ഇതൊരു സ്വാഭാവികമായ തീപിടുത്തമല്ല, ഇസ്രയേലിനെ വേറൊരു തരത്തിൽ ആക്രമിച്ച് ഇസ്രയേലിനെ മുഴുവൻ കത്തിക്കാനുള്ള ശ്രമമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും തീപിടുത്തം 3000 ഏക്കറിൽ തീപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ പുകപടലം ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ച് മാറ്റി. ശ്വാസതടസ്സം ഉണ്ടാവുമല്ലോ. അങ്ങനെ മാറ്റിയൊക്കെ അതിനെ ഇപ്പോൾ എന്തായാലും ഇസ്രയേൽ ഇതിനെ അതിജീവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു പോസ്റ്റ് ഇട്ടു, ഇത് മുസ്ലിങ്ങളെ കൊല്ലുന്നതിന്, പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിന് ഇസ്രയേലികൾക്ക്, ജൂതന്മാർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് പോസ്റ്റിട്ട ഒരു 19കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി തന്നെ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് പറഞ്ഞിരിക്കുന്നു, ഇത് സ്വാഭാവികമായ തീപിടുത്തമല്ല, ഈ തീപിടുത്തം ഉണ്ടാക്കിയതാണ് എന്ന്. അപ്പോൾ തീപിടുത്തം ഉണ്ടായതാണെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാക്കിയതാണെങ്കിലോ? ആലോചിക്കണമല്ലോ. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്നത് ഇസ്രയേലിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ദൈവത്തിൻ്റെ ശിക്ഷ. അമേരിക്കയിൽ തീപിടുത്തം ഉണ്ടായാലും, അമേരിക്ക തീപിടുത്തം ഉണ്ടായിട്ട് ലോസ് ആഞ്ചൽസൊക്കെ ദിവസങ്ങളോളം കത്തിയിട്ട് 11 പേര് മരിച്ചു. എന്തൊരു ആഘോഷമായിരുന്നു നമ്മുടെ കേരളത്തിൽ പോലും, അല്ലേ? ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ തന്നെ പറയണം, മുസ്ലിം നാമധാരികളായ ആളുകൾ അങ്ങനെ അർമാദിക്കുകയായിരുന്നു. അങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിം നാമധാരിയായ ഒരാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇസ്രയേൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പോസ്റ്റ് ഇട്ടത്. കാരണം ദൈവത്തിൻ്റെ ശിക്ഷയാണല്ലോ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ചില കണക്കുകൾ ഞാൻ പറയാം. അതായത് 2022 പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലേ? 1700 പേരാണ് മരിച്ചത്.
$40 ബില്യൺ നഷ്ടമുണ്ട്. പാകിസ്ഥാൻ്റെ GDP 10% തകർന്നു പോയി. അപ്പോൾ ആരുടെ ശിക്ഷയത്? ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, നുഴഞ്ഞുകയറ്റം, തീവ്രവാദികളെ സഹായിക്കലിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറയാമോ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാനിലുണ്ടായപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും സഹായിക്കാൻ പോവുകയായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാക്കുന്ന അട്ടിമറികളോ നടത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്, അവരൊക്കെ അനുഭവിക്കണം എന്ന് പറയുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. ആ കൂട്ടർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേസമയം ആ കൂട്ടർ പന്നികളെ പോലെ പെറ്റുപെരുകുന്ന പാകിസ്ഥാനിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ ഇന്ത്യ പോലും അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തു. 1700 പേരാണെന്ന് മരിച്ചത്. ഔദ്യോഗിക കണക്കാണ് 1700, അതിലെത്രയോ കൂടുതലുണ്ടാവും. ഇനി 2023 തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി, ഓർക്കുന്നില്ലേ? 60,000 പേര് മരിച്ചു. അപ്പോഴാണ് കേരളം എന്ത് ചെയ്തത്? ബജറ്റിൽ 10 കോടി രൂപ തുർക്കി കൊടുക്കാൻ മാറ്റിവെച്ചത്. ഇപ്പോൾ നമുക്കെതിരെ ആയുധം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന തുർക്കി. അപ്പോൾ അന്ന് ആരും പറഞ്ഞില്ലല്ലോ അവിടെ ലോകത്തെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പവിത്രമായ ആരാധനാലയമായ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന വിശുദ്ധ ക്രിസ്ത്യൻ പള്ളി ഇവർ പിടിച്ചെടുത്ത് ഇസ്ലാമിക മോസ്കാക്കി മാറ്റിയതിന് കർത്താവ് കൊടുത്ത ശിക്ഷയാണെന്ന് ലോകത്തൊരു ക്രിസ്ത്യാനിയും പറഞ്ഞില്ല. കാരണം അന്നും അവർക്ക് $140 ബില്യൺ കോടി നഷ്ടമാണ് തുർക്കി എന്ന ഈ രാജ്യത്തിനുണ്ടായത്. അപ്പോൾ പിണറായി വിജയനും 10 കോടി രൂപ കൊടുക്കാൻ നീക്കി വെച്ചിരുന്നു. അന്നും ആരും പറഞ്ഞില്ല. ഇനി നോക്കൂ, 2024 പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി, 1000 പേര് മരിച്ചു. അന്നും ഈ പാകിസ്ഥാനെ ദൈവം ശിക്ഷിച്ചതാണെന്ന് ആരും പറഞ്ഞില്ല. അന്ന് അവർ ഇരകളാണ്. മനസ്സിലായി? ഞങ്ങൾ ഇരകളാണ്. അപ്പോൾ വലിയ നിലവിളി, ചങ്കത്തടിച്ച് നിലവിളിക്കും. എന്നാൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയോ ആരെങ്കിലും മനഃപൂർവ്വം ആളുകളെ കൊല്ലാൻ വേണ്ടി തീപിടുത്തമോ വല്ലതും ഉണ്ടാക്കുകയോ ചെയ്താൽ ഇവരുടെ മാറി നിന്ന് ചിരിക്കും. അപ്പോൾ ഒരു വേട്ടക്കാരായി. അല്ല, മാത്രമല്ല, മനുഷ്യൻ ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ട് വെന്തും വെള്ളത്തിൽ വീണ്ടും മരിക്കുമ്പോൾ അതിൽ ആഹ്ലാദം കണ്ടെത്താൻ കഴിയുന്ന ആളുകളെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരുടെ മൈൻഡ് അത് ലോകത്തെല്ലായിടത്തും ഒരു വിഭാഗം ആളുകളെ കാണുന്നുള്ളൂ. ആരാ? ഇസ്ലാമിക തീവ്രവാദം തലയ്ക്ക് പിടിച്ച ആളുകളാണ് ഇതിലൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വീണ്ടും കാണുക. പക്ഷേ അവരുടെ ആഘോഷം, അവരുടെ ഈ പറഞ്ഞ പോലെ ദൈവം ഇസ്രായേലിനെ അങ്ങ് ശിക്ഷിച്ചില്ല, ഒരു മുന്നറിയിപ്പ് കൊടുത്തത് അല്ലേ? അതെ. കാരണം ഇങ്ങനെയുള്ള ചില ഇരപ്പാളികളുണ്ട്, അവന്മാർ തീ വെക്കും, വീടിനും സൂക്ഷിച്ചോ എന്നുള്ള മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ജാഗ്രത പോലെ അതിർത്തി മാത്രം നോക്കിയാൽ പോരാ, കാടിന് തീ വെച്ചും നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ഭൂലോക ക്രിമിനലുകൾ ഈ നാട്ടിലുണ്ട്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആയുധം കൂടി ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നാണ് 3000 ഏക്കറിലെ വനത്തിന് തീ വെച്ച് ദൈവം കാണിച്ചു കൊടുത്തതെന്ന് കരുതുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം, ഭൂകമ്പം, പാകിസ്ഥാനിൽ മിനിഞ്ഞാന്ന് 4.2 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടായി അല്ലേ? അത് ഒരു 5, 6, 7 ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? വലിയ ദുരന്തം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഇവർ പാകിസ്ഥാനെ സഹായിക്കണേ എന്ന് പറയും. അന്ന് ലോകത്തുള്ള ക്രിസ്ത്യാനികളോ ലോകത്തുള്ള ഹിന്ദുക്കളോ ഇത് വൃത്തികെട്ട രാജ്യമായ ലോകത്തെമ്പാടുമുള്ള ആളുകളെ കയറ്റിവിടുന്ന, തീവ്രവാദികളെ കയറ്റിവിടുന്ന ഭീകര രാഷ്ട്രമായ പാകിസ്ഥാന് യേശുദേവനോ ശ്രീരാമചന്ദ്രനോ ശ്രീകൃഷ്ണനോ കൊടുത്ത ശിക്ഷയാണെന്ന് പറയാറില്ല. ഒരിക്കലും പറയില്ല. അത് പറയുന്ന ആരാണ്? നിർഭാഗ്യം. അത് നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ ഉടനെ നമ്മൾ വർഗീയവാദിയാവും. ഇവന്മാർ പറയുന്നത് ശരിയാണ്. ഇവർക്ക് താല്പര്യമില്ലാത്ത, ഇവരുടെ വിശ്വാസധാരയിൽപ്പെടാത്ത ആളുകൾ ലോകത്ത് ഭൂകമ്പം ഉണ്ടായി മരിച്ചാൽ, തീപിടുത്തം ഉണ്ടായി മരിച്ചാൽ, വെള്ളപ്പൊക്കം ഉണ്ടായി മരിച്ചാൽ ഇവർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും, ചിരിക്കുന്ന ഇമോജിയിടും, കണ്ടോ ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയും. എന്നാൽ ഇവരുടെ ആളുകൾ മരിക്കുമ്പോൾ ഇവർക്ക് വലിയ ദുരന്തമാണ്. അത് ദുരന്തമാണെന്ന് മറ്റ് സമൂഹങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങി ലോകത്തെ മറ്റ് ജനതകൾ, ജൂതന്മാരുൾപ്പെടെ അതൊരു ദുരന്തമാണ്, മാനവരാശികർക്ക്, മനുഷ്യർക്കുണ്ടായ ദുരന്തമാണെന്ന് കരുതും. ഇതാണ് ഈ 2 തരം ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു കൂട്ടർ ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യർ, ഞങ്ങൾക്ക് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹത എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. മറ്റുള്ളവരോ എല്ലാ മനുഷ്യർക്കും ക്ഷേമമുണ്ടാവണം, അവരെല്ലാം സുഖമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ. എൻ്റെ ദൈവം നിന്നെ ശിക്ഷിക്കാനുള്ള ദൈവമല്ല, എൻ്റെ ദൈവം എല്ലാവരെയും പരിപാലിക്കാനുള്ള ദൈവമാണെന്ന് ഹിന്ദുക്കളും ക്രൈസ്തവരും വിശ്വസിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ മാത്രം ദൈവം എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ, തൻ്റെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നുള്ള വാദവുമായി ഇപ്പോഴും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇസ്രായേൽ തീപിടുത്തം ഉണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ചിരിച്ച് ഉല്ലസിച്ച ആളുകൾ. പക്ഷേ ചിരി വെറുതെ ഇപ്പോൾ ഇസ്രായേൽ ആ തീ അണച്ച് കേട്ടോ. തീ അണച്ചെന്ന് മാത്രമല്ല,
ഇനിയിപ്പം നിലവിളി തുടങ്ങും. ഇസ്രായേൽ ഈ തീപിടുത്തത്തിന് പിന്നിലുള്ള ആളുകളെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അയ്യോ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞുള്ള നിലവിളിയാണ് നാളെ തൊട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആ നിലവിളി സൈറൻ ഇടട്ടെ, നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.